ഹായ് ഗേസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നോക്കിയത് ഓർബിറ്റ്, പാൻ, സൂം, പിന്നെ സെലക്ഷൻ ടൂൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്തും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സെഷനിൽ നമുക്ക് ആദ്യമായിട്ട് യൂണിറ്റ്സ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. നമുക്ക് വർക്ക് സ്പേസിൽ തന്നെ മെഷർമെൻറ്റ് സെറ്റ് ചെയ്യാം, ലെങ്ത് ആൻഡ് മെഷർമെൻറ്റ്സ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആർക്കിടെക്ചറിൽ സെൻറ്റിമീറ്റേഴ്സാണ് എടുത്തത്. ഇവിടെ വന്നിട്ട് നമുക്കതിൻ്റെ മെഷർമെൻറ്റ്സ് മാറ്റി ഇനി ഇഞ്ചസ്, ഫീറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ്സിൽ നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ വർക്ക് സ്പേസിൽ തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ വിൻഡോ സെലക്ട് ചെയ്യുക. അതിൽ മോഡൽ ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ താഴെ യൂണിറ്റ്സിലേക്ക് വരിക. യൂണിറ്റ്സിൽ ഇതായി ലെങ്ത് ഉണ്ട്. ലെങ്ത്തിൽ സെൻറ്റിമീറ്റേഴ്സ്, ഇഞ്ചസ്, ഫീറ്റ്, യാർഡ്, മില്ലിമീറ്റേഴ്സ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു മെഷർമെൻറ്റ്സ് അതിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്റേഴ്സാണ് സെലക്ട് ചെയ്തിരുന്നത്. അതിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. പിന്നെ താഴെയുള്ള ഓപ്ഷൻസിനെ കുറിച്ച് ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. ഒരു മോഡൽസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ ഇവിടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളതിന് ഇപ്പോൾ ഏരിയ ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ മീറ്റർ സ്ക്വയറിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വരച്ച ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ എനിക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ അത് എത്ര മീറ്റർ സ്ക്വയർ എന്ന് കാണിക്കുന്നത്. ആ മെഷർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. സെൻറ്റിമീറ്റർ സ്ക്വയർ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ്സിലേക്ക് ആക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ യൂണിറ്റ്സ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ നോക്കാം. ഞാനിവിടെ റൈറ്റ് സൈഡിൽ ഒരു ഡിഫോൾട്ട് ട്രേ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് എപ്പോഴും ഓപ്പണാക്കി ഇടുന്നത്, ഈ ഒരു ട്രേ ഹൈഡ് ചെയ്യാതെ ഷോ ചെയ്തിടുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൽ നിന്ന് ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ 3D മോഡലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ആവാറുണ്ട്. അപ്പോൾ അത് ചില സമയത്ത് ഇത് ഓപ്ഷൻ ഡിഫോൾട്ട് ട്രേ ഹൈഡായിരിക്കും. ഡിഫോൾട്ട് ട്രേ ഹൈഡ് ആണെങ്കിൽ ഇവിടെ ഹൈഡായിട്ട് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ വിൻഡോയിൽ പോയിട്ട് ഡിഫോൾട്ട് ട്രേ സെലക്ട് ചെയ്തിട്ട് അതിന് ഷോ ട്രേ കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ യൂസ് ഉള്ളതെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് വരുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ലൈനോ എന്തെങ്കിലും വരയ്ക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു ഡിഫോൾട്ട് ട്രേയിൽ വരിക. അപ്പം ഞാൻ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഓരോ ഇതിൻ്റെ ലെങ്ത്ത്, വിട്ട്, ഇപ്പോൾ ലൈൻ സെലക്ട് ചെയ്തപ്പോൾ ലൈൻ എത്ര സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ വരും. അതുമാത്രമല്ല താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും. അതുകൊണ്ട് ഡിഫോൾട്ട് ട്രേ എപ്പോഴും ആഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ വ്യൂസ് എങ്ങനെ. ഇപ്പോൾ നമുക്കൊരു 3 ആക്സിസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, പിന്നെ അതിൻ്റെ വ്യൂസ് എങ്ങനെയാണ് കാണേണ്ടതെന്നാണ്. അത് ഇവിടെ തന്നെ മുകളിൽ ഓപ്ഷൻ ഉണ്ട്. വ്യൂസിൻ്റെ ഒരു മെനു ട്രേ തന്നെ അവിടെ ഉണ്ട്. അതിൽ ISO എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റാൻഡേർഡ് വ്യൂ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് വ്യൂ ഉണ്ട്. ടോപ്പ് വ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ, ഈ ഒരു ടോപ്പ് ഫേസ് ഇപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ടോപ്പ് വ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് നമുക്ക് ഡ്രോ ചെയ്യാം. പ്ലാൻ എല്ലാം ഡ്രോ ചെയ്യുന്നതെങ്കിലോ പ്ലാൻ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാനായിട്ട് ടോപ്പ് വ്യൂ ആണ് എടുക്കേണ്ടത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ സൈഡ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, റൈറ്റ് വ്യൂ ഉണ്ട്. അപ്പോൾ ഏത് വ്യൂവിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർമലി ISOയിലായിരിക്കും എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുക. പിന്നെ ഏത് വ്യൂവിൽ വേണോ നമുക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, അടുത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ടൂളിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ. സെലക്ട് ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബേസിക്കലി നമുക്ക് നോർമലി ഒരു ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവാനും വേറെ എന്തെങ്കിലും ഇതുപോലെ ഓരോ പാർട്സായിട്ട് സെലക്ട് ചെയ്യാനുമായിട്ട് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് പല രീതിയിൽ സെലക്ഷൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഇത്രയും ഞാൻ 3 മോഡൽസ് വരച്ചിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്, പിന്നെ ഒരു ലേഡി ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ സെലക്ഷൻ ടൂള് ക്ലിക്ക് ചെയ്തുകൊണ്ട് റൈറ്റ് ക്ലിക്ക്, മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് നോക്കുക. റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ ലേഡി ഫുള്ളി ഒരു മോഡൽ ഗ്രൂപ്പ് ചെയ്തൊരു മോഡലായതുകൊണ്ട് മാത്രം അത് ഫുള്ളായി സെലക്റ്റായി. നേരെ മറിച്ച് ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു ലൈൻ മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് വേറെ ഒരു റെക്റ്റാങ്കിൾ ഞാനിവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ റൈറ്റിൽ നിന്ന് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം സെലക്ട് ചെയ്യാണ്. ഈ റെക്റ്റാങ്കിൾ ഞാൻ ഫുള്ളി സെലക്ട് ചെയ്തു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഞാൻ ഫുള്ളി സെലക്ട് ചെയ്തു. അപ്പോൾ റെക്റ്റാങ്കിൾ ഫുള്ളി സെലക്ട് ആയി. ഞാൻ അതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കുറച്ച് ഭാഗം സെലക്ട് ചെയ്തു. കുറച്ച് ഭാഗം സെലക്ട് ചെയ്തു. അപ്പോൾ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ നമുക്കവിടെ ബോക്സിനുള്ളിൽ വന്ന ഭാഗം മാത്രമേ നമ്മളവിടെ സെലക്ട് ആവുന്നുള്ളൂ. പക്ഷേ ഇതേ സമയം ഞാൻ
സെലക്ഷൻ കീ പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ പോർഷനിൽ ഈ ബോക്സ് ഉണ്ടോ അതിൻ്റെ ലൈൻസും അതിനുള്ളിലെ ഫേസും ചേർന്നായിരിക്കും സെലക്ട് ആവുക. ശ്രദ്ധിക്കുക, ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലേഡിയെയും ആ ഒരു 3 ലൈൻസും എൻ്റെ ബോക്സിൻ്റെ ഉള്ളിലുണ്ട്. സെലക്ഷൻ കൊടുത്തപ്പോൾ ഫുള്ളി ബോക്സിനുള്ളിലായ ഈ ഒരു ലൈൻ മാത്രമാണ് സെലക്ട് ആയിട്ടുള്ളത്. അതേസമയം ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ അതിലും സെയിം ആയിട്ട് നമുക്ക് ആ ഒരു 3 ലൈൻസും ഈ ഒരു ലേഡിയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു സെലക്ഷനിൻ്റെ ഏരിയയിൽ വന്നിരിക്കുന്ന ഫുൾ പോർഷൻസും സെലക്ട് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കണ്ടില്ലേ? തിരിച്ച് ഇത് നോക്കാം, ഇത് കണ്ടില്ലേ? ആ ഒരു ഫുള്ളി ലൈൻ സെലക്ട് ചെയ്തത് അത് മാത്രമാണ്. ഇപ്പം ഞാൻ ഈ ഒരു ലൈനും കൂടെ ഫുള്ളി സെലക്ട് ചെയ്ത് നോക്കാം. ഇതേ കണ്ടില്ലേ? ഈ 2 ലൈൻസും നമുക്ക് ഫുള്ളി സെലക്റ്റഡ് ആണ്. ബാക്കി ഒരു ലൈൻസും ഫുള്ളി ഈ ബോക്സിനുള്ളിൽ വരുന്നില്ല. അപ്പോൾ അത് 2 മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. തിരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെലക്ഷൻ്റെ ആ ബോക്സിനുള്ളിൽ ടച്ച് ചെയ്തിട്ടുള്ള എല്ലാ പോർഷൻസും നമുക്കിവിടെ സെലക്ഷൻ ആയിട്ട് വരുന്നത് കാണാം. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി പിന്നെ സെലക്ഷൻ ടൂളിനെ കുറിച്ചുള്ള ഓരോരോ യൂസസ് ഞാൻ ഓരോ ടൂൾസ് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ നമുക്ക് ഇത്രയും ഈ ഒരു സെലക്ഷൻ ടൂളിൻ്റെ വർക്കൊക്കെ നിങ്ങൾ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈൻ ടൂള്, ഫ്രീ ഹാൻഡ് ടൂള്, റെക്റ്റാങ്കിൾ ടൂള്, സർക്കിൾ ടൂൾ ഇതെല്ലാം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ തന്നെ ഒരു കാര്യം കൂടെ പറയാം. നമുക്കിവിടെ ഒരു എറേസർ ടൂളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരച്ച ഈ ഒരു ലൈൻ എറേസ് ചെയ്യണമെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ എറേസ് ആവും. ഓക്കെ, നമുക്ക് ഈ ഫേസ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ സെലക്ഷൻ ടൂൾ എടുത്ത് ആക്ച്വലി ഇത് ലൈൻസ്, ഇത് ഫേസ് ആണ്. ഫേസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ട്, ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫേസ് സെലക്ട് ചെയ്യുക, ലൈൻ ടൂൾ ക്ലിക്ക് ചെയ്യുക, ഫേസ് സെലക്ട് ചെയ്യുക, കീബോർഡിൽ ഡിലീറ്റ് കൊടുക്കുക. അതാണ് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുക. ഇനി ലൈൻ സെലക്ട് ചെയ്യണമെങ്കിലും അതുപോലെ ഡിലീറ്റ് ചെയ്ത് നമുക്ക് കളയാവുന്നതാണ്. അത് മാത്രമല്ല ഈ എറേസർ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അടുത്ത പറയാൻ പോകുന്നത് നമുക്കിപ്പോൾ ഈ ചെയ്ത ഈ വർക്ക് ഫയൽസ് നമുക്ക് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ഈ ക്ലാസ്സിൻ്റെ കൂടെ കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കടുത്ത് സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സേവ് ചെയ്യേണ്ട രീതിയിൽ പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് ഫയൽസിൽ തന്നെ കയറിയിട്ട് സേവാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോൾഡറിൽ വേണം വർക്ക് ഫയൽസ് എന്നുള്ളൊരു നമ്മൾ ഏതൊക്കെ സിസ്റ്റത്തിലൊരു സ്പേസ് എടുക്കുക, അതിൽ നിന്നും നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സേവ് ചെയ്യുക. അങ്ങനെ വരികയാണെങ്കിൽ സ്കെച്ചപ്പ് ഫയൽസ് ആയിരിക്കും വരുന്നത്. രണ്ടാമത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കാണിച്ചപ്പോൾ ഓപ്പൺ ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടിരുന്നു. അതുപോലെ റീസെൻറ്റ് ഫയൽസും കണ്ടിരുന്നു. നോർമലി ലാസ്റ്റ് സേവ് ചെയ്യുന്ന ഫയൽ ആ റീസെൻറ്റ് ഫയൽസിൽ വരേണ്ടതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഫയൽ കൊടുത്തിട്ട് നമ്മൾ എവിടെയാണോ സേവ് ചെയ്തത് ആ പോർഷനിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് നമുക്ക് ആ ഫയൽ വീണ്ടും പഴയതുപോലെ റീ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ എക്സ്പോർട്ടും സേവും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന 2D ഗ്രാഫിക്സ് ആയിട്ടാണെങ്കിൽ ഇമേജ് ഫയലായിട്ട് JPG, PNG അങ്ങനെയുള്ള ഇമേജ് ഫയലായിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോകാഡ് ഇതിൻ്റെ തന്നെ എല്ലാം പ്ലാൻ പോലെ ലൈൻസ് മാത്രമായിട്ടുള്ള ഓട്ടോകാഡ് ഫയൽസ് ആയിട്ടായിരിക്കും വരുന്നത്. 3D മോഡൽസ് ആയിട്ടാണെങ്കിൽ നമുക്ക് 3D സോഫ്റ്റ്വെയർസിൽ വർക്ക് ചെയ്യുന്ന പല ഫോർമാറ്റ്, ഇപ്പോൾ 3ds Maxും ഓട്ടോകാഡ് പോലെ പല സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മളിതിൽ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് 3ds Maxിലേക്ക് ഇടണമെന്ന് വെച്ചാൽ നമുക്ക് 3ds Maxിലേക്ക് ആ ഫോർമാറ്റിലേക്ക് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് 3ds Maxിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ലൈൻസ്, റെക്റ്റാങ്കിൾ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡ്രോയിങ് ടൂൾസാണിത് ഈ സ്കെച്ചപ്പിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്യാം. ഓക്കെ.